ഫാക്ട് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുക, എന്നിട്ട് നുണകൾ വരെ പറഞ്ഞ് വംശഹത്യ ന്യായീകരിക്കുക. ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുക, എന്നിട്ട് വെറുപ്പും വിദ്വേഷവും സമൂഹത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നിരീശ്വരവാദത്തിന്റെ മറവിൽ ഫാസിസം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു ജൂബിലി ഡിബേറ്റിൽ ഒരു വ്യക്തി വളരെ അഭിമാനത്തോടു കൂടി യെസ് ഐ ആം എ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ കുറെ ആൾക്കാർ ഇപ്പോൾ മറ നീക്കി പുറത്തു വരുന്നുണ്ട്. അവർ സ്വയമേ പറയുന്നത് ഇപ്പോൾ അവർ സയോണിസ്റ്റുകളാണെന്നാണ്. ഉദാഹരണത്തിന് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നത് സയോണിസം എന്ന് പറയുന്നത് നല്ലൊരു ആശയമാണ്, അതിന് ഈ കൊളോണിയലിസം എന്നുള്ള സംഗതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സയോണിസം സ്ഥാപിച്ച തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ആൾ തന്നെ ഇത് കൊളോണിയലിസം ആണെന്നല്ലേ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടോമി പറയുന്നത്, അങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടോ? അങ്ങനെ അയാൾ പറഞ്ഞിട്ടില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, അങ്ങനെ തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ഈ സയോണിസത്തിന് കൊളോണിയലിസവുമായി ബന്ധമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നാസിസവും ഫാസിസവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കാരണം സയോണിസം എന്ന് പറഞ്ഞാൽ കൊളോണൈസേഷൻ ഓഫ് പാലസ്റ്റൈൻ എന്ന് തന്നെയാണ്. ഇത് തിയോഡർ ഹെർസലിന്റെ വാക്കുകളിൽ തന്നെ അതുണ്ട്. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് ഗവേഷകരോ ഹിസ്റ്റോറിയൻസോ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. തിയോഡർ ഹെർസൽ എന്നയാളുടെ സ്വന്തം വാക്കുകളിൽ തന്നെ അയാൾ പറയുന്നുണ്ട് സയോണിസം എന്ന് പറയുന്നത് കോളനൈസേഷൻ ആണ് എന്ന്. നമുക്ക് ഈ തിയോഡർ ഹെർസലിന്റെ വാക്കുകളിൽ തന്നെ എന്താണ് സയോണിസം നോക്കാം. അയാൾ ഒരാൾക്ക് എഴുതിയ കത്തിൽ അയാൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അയാൾ ഇങ്ങനെയാണ് പറയുന്നത്: ഐ ആം ദ ലീഡർ ഓഫ് സയോണിസ്റ്റ് മൂവ്മെന്റ് which seeks a solution to the distressing Jewish problem by colonization of Palestine. വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ നേതാവാണ്, ഞാൻ നോക്കുന്നത് ജൂയിഷ് പ്രോബ്ലത്തിന് ഒരു പരിഹാരമാണ്, അത് കോളനൈസേഷൻ ഓഫ് പലസ്തീൻ വഴിയാണ്. ഇവിടുത്തെ പ്രശ്നമാണ് ജൂയിഷ് പ്രോബ്ലം, അത് ഇവിടുത്തെ പ്രശ്നമാണ് യൂറോപ്പിലെ പ്രശ്നം, അതിന് പരിഹാരം എന്താണ്? പാലസ്തീനെ പോയി ഞാൻ കോളനൈസ് ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഇവിടെ കോളനൈസേഷൻ എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് കുടിയേറ്റം അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് പണിയാം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ മറ്റേ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ അല്ല, ആ കോളനൈസേഷൻ അല്ല ഇത് എന്ന വാദം പറയുന്ന സയനിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതേ തിയോഡർ ഹെർസൽ തന്നെ സെസിൽ റോഡ്സ് എന്ന് പറയുന്ന ആൾക്ക് എഴുതിയൊരു കത്തുണ്ട്. സെസിൽ റോഡ്സ് ആരാണെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യണം. സെസിൽ റോഡ്സ് എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു ബ്രിട്ടീഷ് കോളനൈസർ, ആഫ്രിക്കയിലെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ അതിക്രൂരനായ ഒരു ബ്രിട്ടീഷ് കോളനൈസറാണ്. ആ സെസിൽ റോഡ്സിന് ഇയാൾ എഴുതിയ കത്തിൽ ഇയാൾ പറയുന്നത് എന്താണെന്നോ, നിങ്ങളുടെ ഒരു എൻഡോഴ്സ്മെന്റ് എനിക്ക് ആവശ്യമുണ്ട്, ഇത് ഒരു മാറ്റർ ഓഫ് കൊളോണിയൽ, ഒരു കൊളോണിയൽ മാറ്ററിന് വേണ്ടിയാണ്. അപ്പം ഇത് ആഫ്രിക്കയിലല്ല, പക്ഷെ ഇത് ഏഷ്യ മൈനറിലാണ്, ബ്രിട്ടീഷുകാരല്ല ജൂതന്മാരാണ്. അതിന് ഇങ്ങനെ ഒരു പരിപാടിക്ക് നിങ്ങളുടെ എൻഡോഴ്സ്മെന്റ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് അതിക്രൂരനായ ബ്രിട്ടീഷ് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ആളോട് ഇദ്ദേഹം അപേക്ഷിച്ചതാണ്. അതിൽ നിന്ന് തന്നെ ഇവരുടെ കോളനൈസേഷൻ എന്ന പ്രോജക്റ്റിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇനി ഈ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമല്ല, ഇയാളുടെ ലെറ്റേഴ്സിൽ, ഇയാളുടെ ലേഖനങ്ങളിലെല്ലാം തന്നെ ഇയാൾ പറയുന്നത് കോളനൈസേഷൻ എന്നുള്ള വാക്ക് തന്നെയാണ് ഇയാൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയോഡർ ഹെർസൽ, ഇതിന്റെ ഫൗണ്ടർ, സയണിസത്തിന്റെ ഫൗണ്ടർ പറയുന്നത് മാത്രം നോക്കണ്ട, അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ സയണിസ്റ്റുകളും ഇതിലും ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഈ കോളനൈസേഷനെ വിവരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ജപോട്ടിൻസ്കി പറഞ്ഞ എന്താണെന്ന് നോക്കാം. ജപോട്ടിൻസ്കി അയാളുടെ അയൺ വാൾ എന്ന് പറയുന്ന ഒരു എസ്സേയിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്, കോളനൈസ് ചെയ്യാൻ ഒരു തദ്ദേശീയ ജനവിഭാഗവും നിന്ന് തരില്ല. ഉദാഹരണത്തിന് ഇവിടുത്തെ പലസ്തീനിലെ തദ്ദേശീയ വിഭാഗം എന്ന് പറഞ്ഞാൽ അറബികളാണ്. അറബ് വംശജർ ഒരിക്കലും ഇതിന് വോളണ്ടറിലി ഇതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ മിലിറ്ററിലി അതിനെ നേരിടണം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കൊരു അയൺ വാൾ ഉണ്ടാക്കണം, യൂറോപ്യൻ ശക്തികളുടെ ഹെൽപ്പോട് കൂടി നമുക്കൊരു അയൺ വാൾ ഉണ്ടാക്കണം, കാരണം കോളനൈസ് ചെയ്യപ്പെടാൻ ഇവിടുത്തെ അറബ് വംശജർ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് എഴുതിയ ലേഖനം ജപോട്ടിൻസ്കി എഴുതിയിട്ടുണ്ട്. ഈ ജപോട്ടിൻസ്കി ആരാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ അനുയായികളാണ് പിന്നീട് ഇർഗുൺ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ച് കിങ് ഡേവിഡ് ഹോട്ടലൊക്കെ ബോംബ് പൊട്ടിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട ഇയാളുടെ അനുയായികളായിരുന്നു. അപ്പോൾ ഇങ്ങനെ സയോണിസം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഹരിച്ചാലും ഗുണിച്ചാലും എങ്ങനെയൊക്കെ നോക്കിയാലും അതൊരു കൊളോണിയൽ പ്രോജക്റ്റാണ്. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി എന്നൊക്കെ ഗീർവാണം മുഴക്കുന്ന ഈ വ്യക്തികൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊളോണിയലിസത്തിനെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്തതുപോലെ, ആഫ്രിക്കക്കാരോട് ചെയ്തതുപോലെ അതിക്രൂരമായ ഒരു കൊളോണിയൽ പ്രോജക്റ്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പരസ്യമായി പറയുകയാണ് ഇവർ. അപ്പോൾ ഈ തെളിവുകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഇവർ ഇതിനെയൊക്കെ ഡിസ്മിസ് ചെയ്യും. ഈ വംശഹത്യയെ,
ഈ കൊളോണിയലിസത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതല്ല ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡിനയലിസം. നമ്മൾ എത്ര തെളിവുകൾ കൊടുത്താലും, എത്ര ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞാലും, ഹിസ്റ്റോറിക്കലി എത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൊടുത്താലും അതിനെയൊക്കെ അങ്ങ് ഡിസ്മിസ് ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഒരു നരേറ്റീവ്, ഇവർ വിശ്വസിക്കുന്ന ഒരു നരേറ്റീവ്, സയോണിസ്റ്റ്, ഈ പരന്ന ഭൂമിവാദികൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ഭൂമി പരന്നതല്ല, എന്ത് തെളിവ് കൊടുത്തിട്ടും കാര്യമില്ല. അവർ ആ തെളിവ്, ഇതൊക്കെ ഗൂഢാലോചനയാണ്, ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകളെ. അതേ നിലവാരത്തിൽ, പക്ഷെ അതിലും അപകടകരമായ ഒരു കാര്യമാണ്, ഇവിടെ ഒരു ജനതയെ തന്നെ വംശഹത്യ ചെയ്യുന്നതിന് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കാര്യമൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ തെളിവുകളല്ല ഇവരെ നയിക്കുന്നത്. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും തെളിവുകളല്ല ഇവരെ നയിക്കുന്നതിന് ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനില്ല. ഇവരെ നയിക്കുന്നത് വെറുപ്പാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തോടുള്ള ഇവരുടെ വെറുപ്പാണ് ഇവർ പല രീതിയിലും കാണിക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിംസിന് അത്ര കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ കയ്യിലിരിപ്പ് കാരണമാണ് എന്ന അർത്ഥത്തിലൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ മുമ്പോട്ട് നയിക്കുന്നത് ഫാക്റ്റ് അല്ല, ഇവരെ മുമ്പോട്ട് നയിക്കുന്നത് വെറുപ്പാണ്. അങ്ങനെ ആവരുത്. നമ്മൾ അഭിപ്രായം രൂപീകരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, വ്യക്തമായ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സർവോപരി നമ്മൾ നമ്മുടെ അഭിപ്രായം രൂപീകരിക്കുന്ന മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. താങ്ക് യു. ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ ഉമ്മകൾ കൊണ്ടു നീ മെല്ലെയുണർത്തി. ഇവിടെ അധികാരം ശ്രദ്ധിക്കാതെ കിടന്ന ഒരു സംഭവമാണ്. അപ്പോൾ രാജേഷൊക്കെ കൂടെ റെഫറൻസ് തരട്ടറാ, ഞാൻ ഇപ്പോൾ ഇടൂടാ, സ്ക്രീൻഷോട്ട് ഇടൂടാ എന്നൊക്കെ പറഞ്ഞ് വന്ന് അവസാനം ഈ ഗ്രൂപ്പിൽ ഉറങ്ങിക്കിടന്നിരുന്ന കനവുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആകെപ്പാടെ കിളിപാറി